നമ്മുടെ സുന്ദർ സി അണ്ണന്റെയും വടിവേലുവിന്റെയും ഒരു പടം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോ ഈ അടുത്ത കാലത്ത് തമിഴിൽ ഇറങ്ങിയ എന്തോ മലമറിച്ച പടമാണെന്നൊക്കെയാണ് പറയേണ്ടായിരുന്നു. സിനിമയുടെ പേര് ഗാങ്ങേഴ്സ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡിറക്ഷൻ, അഭിനയം എല്ലാം നമ്മുടെ സുന്ദർ സി അണ്ണൻ തന്നെയാണ്. അണ്ണൻ ഓൾറൗണ്ടർ ആണ്, അതായത് ജട്ടേച്ചേക്കാളും വലിയ ഓൾറൗണ്ടർ ആണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഖുശ്ബു സുന്ദർ തന്നെയാണ്. സോ ഫാമിലി പടമാണ്, അതായത് ഫാമിലിക്ക് കാണാൻ പറ്റിയ പടം എന്നല്ല ഞാൻ പറയുന്നത്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫാമിലി എടുത്ത പടം. സോ ഇങ്ങനെ വന്നിട്ട് കിങ് ഓഫ് എന്റർടൈൻമെന്റ് എന്നാണ് തമിഴ് ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. എന്ത് കണ്ടിട്ടാ ധരിക്കില്ല, എനിക്ക് കിങ് ഓഫ് കോപ്പി ചെയ്താ തോന്നിയത്. വാട്ട് ബ്രോ, ദിസ് ഈസ് റോങ് ബ്രോ എന്നാണ് പറയാൻ തോന്നുന്നത്. സപ്തമശ്രീ തസ്കര അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്, ഈച്ച കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യം വിചാരിച്ചു ഇതെന്താ ഒഫീഷ്യൽ റീമേക്ക് ഓഫ് സപ്തമശ്രീ തസ്കരയാണോ. ഞാൻ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി, പക്ഷെ ഒന്നും വന്നില്ല. അതങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ റോളാണ് നമ്മുടെ അണ്ണൻ ഇതിൽ ചെയ്യുന്നത്. അതിലെങ്ങനെയാണ് വെച്ചാൽ ഹോസ്പിറ്റലിലാണ് പൈസ വെച്ചിട്ടുണ്ടാവുക. ഇതില് സിനിമാ തിയേറ്ററിൽ അവിടെ ഹോസ്പിറ്റലിൽ ഈ സെപ്റ്റിക് ടാങ്ക് ഒക്കെ പൊട്ടിച്ചിട്ട് പൈസ മറ്റേ ഓട്ടോയിലൊക്കെ ഇട്ടിട്ടല്ലേ പോവാ. ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ സിനിമാ തിയേറ്ററിൽ ഇങ്ങേരുടെ പടം തന്നെ മതക്കത്തെ രാജ്യനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പൈസ അടിക്കും, എന്നിട്ട് നേരെ വിശാലിന്റെ ഫ്ലെക്സിന്റെ ഉള്ളിൽ ഇട്ടിട്ട് പോകും. മറ്റേ നമ്മുടെ ഇന്ദ്രജിത്തിന്റെ ക്യാരക്ടർ പോലെ ഒരു ക്യാരക്ടർ ഇതിലും ഉണ്ട്. പൃഥ്വിരാജിന്റെ ഭാര്യ അതിൽ മരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഈ കൈക്കൂലി ഇഷ്യൂസ്, കള്ളത്തരമൊക്കെ എന്താണ് ഒരു ഫോൾസ് അക്യൂസിഷൻ നടത്തിയിട്ട് പിന്നെ അങ്ങനെയല്ലോ മരിക്കുന്നത്. പക്ഷെ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ആള് വന്നിട്ട് മിനിസ്റ്ററിന്റെ PA ആണ്, എന്നിട്ട് ഗർഭിണി ആയിരിക്കുമ്പോ കൊല്ലും. അത് കുറച്ച് സിമ്പതി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി ഗർഭിണി ആയിരിക്കുമ്പോ കൊല്ലും. പിന്നെ നമ്മുടെ സുന്ദർ സി അണ്ണന്റെ പടമായോണ്ട് തന്നെ ഐറ്റം ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് വശീകരിക്കാനൊക്കെ. സോ എനിക്ക് മനസ്സിലാവാത്ത എതിരെ ഇങ്ങനത്തൊരു പടം, അതാണ് അറിയാത്തത്. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും വിജയുടെ പോക്കിരി എടുത്തു വെച്ച പോലെയുണ്ട്. ഡിട്ടോ സാധനം, നായികയെ തൊട്ട് കഴിഞ്ഞ് വെച്ച മുഖം മറച്ചിട്ട് അടിക്കാൻ വരുന്ന നായകൻ. സോ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ബാറ്റ്മാന്റെ ഒരു വേർഷനും കൂടി ഉണ്ടാവുക വെച്ചപ്പോ അതെന്തായാലും ഇല്ല. സോ കാത്തറിൻ ആണ് ഇതിൽ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ആള് പറയണ്ടായിരുന്നു, അതായത് എന്നെ അണ്ടർ യൂട്ടിലൈസ് ചെയ്യാണ്, എന്നെ പ്രോപ്പറായിട്ട് തമിഴ് ഇൻഡസ്ട്രി യൂട്ടിലൈസ് ചെയ്യണമൊന്നും ഇല്ലാന്ന്. ഇജാദ്യം ഒരു പടത്തിലൊക്കെ കയറി അഭിനയിച്ച വേറെ എന്താ പറയണ്ടത്. ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഒക്കെ നല്ല രസത്തിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പൂച്ച മത്തിത്തലയുടെ പിന്നാലെ പോണ പോലെയാണ് ആ നായകൻ വന്നപ്പോ നായകന്റെ പിന്നാലെ പോണത്. സോ ഇവര് ഉദ്ദേശിച്ചത് വടിവേലുവിനെ കൊണ്ടുവന്നിട്ട് ഒരു വിന്റേജ് വടിവേലു പടം പോലെ എടുക്കാന്നൊക്കെ ഉദ്ദേശിച്ചതാണ്. പക്ഷെ ആ സംഭവം കയ്യിൽ പോയത് വേണമെങ്കിൽ പറയാം. അങ്ങേരെ ചില സീൻസ് ഒക്കെ കൊള്ളായിരുന്നു, അങ്ങേരെ കൊണ്ടൊന്നും ഇപ്പൊ പറ്റുന്നില്ല. അങ്ങേർക്ക് വയ്യ, അതാണ് സീരിയസ് ആയിട്ടുള്ള സംഭവം. അപ്പൊ അങ്ങേര് നോക്കുകയാണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ടുള്ള റോൾസ് ആണ് ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ അങ്ങേരെ കൊണ്ട് ഇപ്പൊ കോമഡി ഒന്നും പറ്റുന്നില്ല. ആളുടെ പഴയ പടങ്ങൾ ഇപ്പൊ ഇരുന്ന് കണ്ടാൽ ഇതിലും കിടിലൻ ഒരു എഫക്ട് കിട്ടുന്ന വേണമെങ്കിൽ പറയാം. എനിക്കൊന്നും വർക്കായിട്ടില്ല ഈ സിനിമ. സോ ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും എങ്ങനെയാണ് എനിക്ക് മനസ്സിലാവാത്ത ഇന്ദ്രിയത്തിന്റെ ക്യാരക്ടർ വരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് തോന്നിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത. അതില് 7 പേര്, ഇതില് 7 പേര്, അങ്ങനെയൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് എടുത്തിട്ടുണ്ട്. സോ യൂഷ്വലി നമ്മുടെ സുന്ദർ സി അണ്ണന്റെ പടങ്ങൾക്ക് PR വർക്ക് ഏൽപ്പിക്കാറില്ല. ഏൽപ്പിക്കുന്നത് നമ്മുടെ ഖുശ്ബു ചേച്ചിനെ ആയിരിക്കും. ചേച്ചി അത് വെടിപ്പായിട്ട് തന്നെ ചെയ്യാറുണ്ട്. എന്റെ പൊണ്ണല്ല, നിങ്ങൾക്ക് ഒരു 1/2 മണി 50 ഒക്കെ ഇറക്കിയാൽ പോലെ എന്തിനാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തെന്ന്. ഇത് തമിഴ് ഓഡിയൻസിന് വർക്കായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആലോചിക്കുന്നത് അവര് സപ്തമശ്രീ തസ്കരി ഒന്നും കണ്ടിട്ടില്ലേ. അവര് പറയുന്നത് കിടിലം പടം എന്നൊക്കെയാണ്. സോ ഇതും ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. സോ ട്രൈ ഇറ്റ് ഔട്ട്. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്.